ഹായ്, കഴിഞ്ഞ ദിവസം നമ്മൾ കായ വറുത്തു. ഇന്ന് നമുക്ക് ശർക്കര വരട്ടി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ കായ തൊണ്ട് കളഞ്ഞ് മഞ്ഞളും ഉപ്പിട്ട വെള്ളത്തിലിട്ട് കഴുകി അരിഞ്ഞെടുക്കാം. ഇതുപോലെ നമുക്ക് തൊണ്ട് കളഞ്ഞ് വെള്ളത്തിലിട്ടിട്ട് കഴുകിയെടുത്ത് അരിഞ്ഞെടുക്കാം. അതിലാണ് കായ അരിഞ്ഞെടുക്കേണ്ടത്. ഇനി ഇത് തിളച്ച വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ട് വറുത്ത് പോരാം. കായ വറുത്തു. ഇനി നമുക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കി അതിലേക്ക് ഇതിട്ട് ഇളക്കി കുറച്ച് അരി വറുത്ത് പൊടിച്ചതും കൂടി ഇട്ട് ഇളക്കി നമുക്കിത് ശർക്കര വരട്ടിയാക്കി മാറ്റാം. ശർക്കരപ്പാനിയിലേക്ക് ഏലക്ക, ചുക്ക്, ജീരകം പൊടിച്ചത് കൂടി ചേർക്കണം. അങ്ങനെ ഓണത്തിനുള്ള ശർക്കര വരട്ടി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. എല്ലാം റെഡി ആയി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ കായ ശർക്കരപ്പാനിയിലേക്ക് ഇട്ട് ഇളക്കുകയാണ്. നന്നായി എല്ലായിടത്തും എല്ലാ കായയിലും മധുരമാവണ വരെ നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം ഇതിൽ അരിപ്പൊടി വിതറാം. നമ്മളങ്ങനെ ഇതിലേക്ക് അരിപ്പൊടി വിതറിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ശർക്കര വരട്ടിയുടെ രൂപത്തിലാക്കിയെടുക്കാം നമുക്ക്. അങ്ങനെ നമ്മുടെ ശർക്കര വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഓണത്തിന് നിങ്ങളെല്ലാവരും കടയിൽ നിന്ന് വാങ്ങാതെ വീട്ടിൽ തന്നെ ഇങ്ങനെ ശർക്കര വരട്ടി ഉണ്ടാക്കി നോക്കണം. ഓക്കെ, വീണ്ടും ഒരു വീഡിയോയിലൂടെ കാണും വരെ എല്ലാവർക്കും നന്ദി.